സർക്കാർ വെളിച്ചെണ്ണയായ കേരയ്ക്ക് എത്ര രൂപയാണെന്നറിയാമോ? 529 രൂപ. പെട്രോളിനും ഡീസലിനും കേന്ദ്ര സർക്കാർ 5 രൂപ കൂട്ടിയാലുടൻ ബന്ദും ഹർത്താലും നടത്തുന്നവരെ ഒറ്റ ദിവസം കൊണ്ട് കേര വെളിച്ചെണ്ണ എത്ര രൂപയാണ് വർദ്ധിച്ചതെന്നറിയാമോ? 110 രൂപ. അതെ, ഇക്കഴിഞ്ഞ ജൂലൈ 15-ന് കേരയുടെ വില 419 ആയിരുന്നു. തൊട്ടടുത്ത ദിവസം 519 രൂപയാക്കി വർദ്ധിപ്പിച്ചു. ആർക്കും പരാതിയില്ല, പരിഭവവുമില്ല. ബന്ദും വേണ്ട, ഹർത്താലും വേണ്ട, റോഡ് വക്കിൽ അരി വെക്കേണ്ട. ഓണത്തിനി വെറും ദിവസങ്ങൾ മാത്രം. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനി വെറും 3 മാസം. 1998 ഉള്ളിവില 20 രൂപയിൽ നിന്നും 70 രൂപയിലേക്ക് കുതിച്ചപ്പോൾ ഡൽഹിയിലെ ജനങ്ങൾ BJP സർക്കാരിനെ പുറത്താക്കി. പിന്നെ ആ സംസ്ഥാനത്ത് അധികാരം പിടിക്കാൻ വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു എന്നും ഓർക്കുക. അത് ഡൽഹി. ഇത് തലച്ചോറിന് പകരം കളിമണ്ണ് നിറച്ചവർ താമസിക്കുന്ന ഇടം. ഭാരതാംബ വിവാദവും സമസ്തയുടെ തിട്ടൂരം തുടങ്ങിയവ ഒന്നും തന്നെ വിശപ്പിന് ബദലാകില്ല. ഭക്ഷണത്തിന് പകരം ഭക്ഷണം തന്നെ വേണം. അതിന് നല്ല എണ്ണ ലഭ്യമാകണം. ശബരിമല പോലുള്ള പുണ്യസ്ഥലങ്ങളിൽ നിന്നും വെറും തുച്ഛമായ വിലയ്ക്ക് ശേഖരിക്കുന്ന പച്ചത്തേങ്ങ സർക്കാർ കൊണ്ടുപോയി ആട്ടി എണ്ണയാക്കി വിൽപ്പന നടത്തുന്നു. എന്നാൽ ഈ സാമദ്രോഹികൾ ഈടാക്കുന്നതോ കൊള്ളവിലയും. തിരുവനന്തപുരം കോലിയക്കോട് കൺസ്യൂമർ സെന്റർ നടത്തുന്ന മില്ലിലാകട്ടെ വെറും 399 രൂപയേ ഉള്ളൂ എന്നും കൂടി ഓർക്കണം. അവസാനമായി, ഞാൻ സാധനങ്ങൾ വാങ്ങുന്നത് എൻ്റെ ഒരു സുഹൃത്തിന്റെ കടയിൽ നിന്നാണ്. 529 രൂപ MRP വില കേട്ട് ബോധക്കേട് വന്ന എന്നോട് അദ്ദേഹം സ്വകാര്യമായി പറഞ്ഞു, വിഷമിക്കേണ്ട, ഞാനത് 500 രൂപയ്ക്ക് തരാം, വെറും 5 രൂപ ലാഭം എടുത്തുകൊണ്ട്. ചിന്തിക്കൂ, ഹോൾസെയിൽ കച്ചവടക്കാർക്ക് ഇവർ 495 രൂപയാണ് കൊടുക്കുന്നത് എന്നർത്ഥം. ഇതും കൂടി കേട്ടിട്ട് പോകൂ. സപ്ലൈകോ, മാവേലി സ്റ്റോർ എന്നീ സ്ഥാപനങ്ങൾ ആവശ്യ സാധനങ്ങളെ കച്ചവടക്കാർ വില കൂട്ടുന്നതിൽ നിന്നും തടഞ്ഞു നിർത്തിയ 2 സ്ഥാപനങ്ങളാണ്. എന്നാൽ ധനമന്ത്രി ബാലഗോപാലൻ സഖാവിന്റെ കണ്ണിലെ കരടും ഇതേ സ്ഥാപനങ്ങളാണ്. പ്രവർത്തിക്കാൻ പൈസ കൊടുക്കില്ല, തകർത്തു. കേരളക്കാർ അങ്ങനെയാണ്. മോദി വിരോധം പറഞ്ഞാൽ എന്തും സഹിക്കാൻ 15% ജനങ്ങളുള്ള ഒരു നാട്. ഫലമോ അനുഭവിച്ചോ? എല്ലാം ശരിയാകുമെന്നാണല്ലോ. ഒരറ്റത്തുനിന്ന് ശരിയാകുന്നുണ്ട്, കണ്ടാൽ മതി കണ്ണു തുറന്ന്.